ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് തിരൂർ, പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനുകൾക്കു കീഴിൽ ഭൂമി തരമാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്തുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എവിടെയും ഏജന്റുമാരെ നിയോഗിച്ചിട്ടില്ല. ഓൺലൈൻ സംവിധാനത്തിൽ സുതാര്യമായാണ് തരംമാറ്റ അപേക്ഷകൾ പരിഗണിക്കുന്നത്. ആർക്കും ഓൺലൈനായി തങ്ങളുടെ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കാനാകും. അപേക്ഷയുടെ സീനിയോറിറ്റി പരിഗണിച്ചു മാത്രമാണ് തരംമാറ്റ ഉത്തരവ് നൽകിയിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു. 1970കളിൽ 8 ലക്ഷം ഹെക്ടറിലായിരുന്നു നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നത്. 2000കളിലേക്ക് ആയപ്പോഴത്തേക്ക് ഇത് 2 ലക്ഷം ഹെക്ടറിൽ താഴേക്ക് വന്നു. അപ്പൊ അതൊരു വലിയൊരു ക്രൈസിസിലേക്ക് നമ്മൾ പോകുന്നു എന്ന് മനസ്സിലാക്കി. കാരണം 80% അധികം നമ്മുടെ ധാന്യത്തിന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇല്ലീഗലായിട്ട് ആ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ ലാൻഡ് യൂസ് പാറ്റേൺസ് ഗവൺമെന്റ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ഒരു പക്ഷേ 2018ലും 2019ലും നമുക്ക് മനസ്സിലായി. എന്താണ് പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിലുള്ള പ്രശ്നം. തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, തിരൂർ തഹസിൽദാർ ഷീജ, LR വിഭാഗം തഹസിൽദാർ നൌഷാദ്, LR വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് സ്റ്റീഫൻ, റൂബി തുടങ്ങിയവർ പങ്കെടുത്തു.